വിമുക്ത ഭടന്റെ പെൻഷൻ തുക മിനിറ്റുകൾക്കുള്ളിൽ അടിച്ചുമാറ്റി സൈബർ തട്ടിപ്പ് സംഘം. പത്തനംതിട്ട കോന്നി സ്വദേശി സോമശേഖരൻ നായരുടെ അക്കൗണ്ടിലേക്ക് വന്ന തുകയാണ് സൈബർ തട്ടിപ്പ് സംഘം അടിച്ചുമാറ്റിയത്. ഡിസംബർ 31 എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പെൻഷനായ 37,889 രൂപ ക്രെഡിറ്റ് ആണെന്നും പറഞ്ഞ് എനിക്ക് 1:30 മെസ്സേജ് വന്നു. അതിന് പ്രകാരം ഞാൻ 2 മണിക്ക് കോന്നി സ്റ്റാൻഡ് ജീപ്പ് സ്റ്റാൻഡിലുള്ള ATM-ൽ പോയി 20,000 രൂപ വിഡ്രോൾ ചെയ്യാൻ വേണ്ടി ATM കാർഡ് ഇട്ടോണ്ടിന് എനിക്ക് OTP വരാതിരിക്കുകയും 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വീണ്ടും ATM കാർഡ് ഇട്ട് 10,000 രൂപ അതിക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഡിക്ലൈൻഡ് എന്നും പറഞ്ഞാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത്. പെൻഷൻ തുകയും ചികിത്സാ സഹായ തുകയുമാണ് തട്ടിപ്പു സംഘം കവർന്നത്. സോമശേഖരന്റെ പണം പിൻവലിക്കാനായി കോന്നി SBI ATM-ലെത്തിയപ്പോൾ അക്കൗണ്ടിൽ പണമില്ലെന്ന സന്ദേശമെത്തി. തുടർന്ന് കോന്നി SBI ബാങ്കിൽ പരാതി അറിയിക്കുകയും അക്കൗണ്ട് പരിശോധിക്കുകയും ചെയ്തു. അക്കൗണ്ടിൽ പണമെത്തി 5 മിനിറ്റിനുള്ളിൽ ഡൽഹിയിലെ പങ്കാ റോഡിലെ SBI ATM-ൽ നിന്നും 19,500 രൂപ പിൻവലിച്ചതായി കണ്ടെത്തി. ഇതേ അക്കൗണ്ടിൽ നിന്നും 7,900 രൂപ സോമശേഖരന്റെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും 2 തവണയായി 4,999 രൂപയും 3,599 രൂപയും പിൻവലിച്ചതായും കണ്ടെത്തി. തുടർന്ന് മെഡിക്കൽ ബില്ലിന്റെ റീഇംബേഴ്സ്മെന്റ് തുകയായി ലഭിച്ച 5,000 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിക്കണമെന്ന് സോമശേഖരൻ ആവശ്യപ്പെട്ട് സ്ലിപ്പ് നൽകി. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പണവും തട്ടിപ്പുകാർ കൈക്കലാക്കി. ഞാൻ ആദ്യം പോയത് CI ഓഫീസിൽ പരാതി കൊടുക്കുകയാണ്. CI ഓഫീസിൽ പരാതി കൊടുത്തുകൊണ്ട് CI ഓഫീസിൽ നിന്നും എനിക്കൊരു റെസിപ്റ്റ് അത് 2/25 കിട്ടുന്നത്. അതിനുശേഷമാണ് ഞാൻ ക്രൈമിൽ വിളിച്ചതും സൈബർ ക്രൈമിൽ അക്ഷയ ത്രൂ റിപ്പോർട്ട് ചെയ്തത്. കോന്നിയിലുള്ള വീട്ടിൽ ഒറ്റയ്ക്കാണ് സോമശേഖരൻ നായരുടെ താമസം. 47,898 രൂപയാണ് സോമശേഖരൻ നായർക്ക് ആകെ നഷ്ടമായത്. പെൻഷൻ തുകയാണ് വരുമാന മാർഗം. പ്രശ്നത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം ആരംഭിക്കാനാണ് സോമശേഖരൻ നായരുടെ തീരുമാനം. സൈബർ സെല്ലിൽ നിന്ന് ആദ്യത്തെ 2ാമത്തെ ദിവസം എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നു, ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ. അത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ റിപ്ലൈ ഒന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ന്യൂസ് മലയാളം, പത്തനംതിട്ട.